ഇതും ഇത് രണ്ടും പറഞ്ഞ് നമ്മൾ ബെഡിലായിരിക്കുന്നത്. ഞാനങ്ങ് എണീച്ച് ബെഡിൽ നിന്ന് എണീച്ച് നല്ല ബെഡിൽ നിന്ന് അങ്ങ് ചാടി. ഞാൻ ചാടിയൊക്കെ ഇവിടെ അങ്ങ് ചാടിയിട്ട് പോവല്ലേ ചോദിച്ചു. അപ്പോൾ പോകാനിട്ട് നമ്മൾ ഫോണും ചാർജറും ഒക്കെ എടുത്ത് ഇപ്പോൾ 8 മണിങ്ങാനും രാത്രി ടൈം ആയിട്ടുണ്ടാവും. നമുക്കിപ്പോൾ പുറത്ത് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ബാഗ് കയ്യിൽ വേണം. വീട്ടിൽ പോകുന്ന പറഞ്ഞാലുള്ള അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും. നമ്മൾ അത്രയും ഇറങ്ങിങ്ങാണ്ട് ഒന്നും ആലോചിക്കുന്നില്ല, നമ്മൾ എന്താക്കേണ്ടോ ഒന്നും ആലോചിക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ ഇറങ്ങി. അവരോട് എന്തെങ്കിലും ഒന്ന് പറയാനല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞ് വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്, അപ്പോൾ അവരൊപ്പം പോകുന്നതാണ്, ലൈക്ക് ഞങ്ങൾ റിലേറ്റീവ്സ് ആണെന്നുള്ള രീതിക്ക് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി നടന്ന് ഇപ്പോൾ രാത്രി ഒരു 8:30 ആ ഒരു ടൈം ആയിട്ടുണ്ടാവും. ആ ഒരു ടൈമിൽ ഞങ്ങൾക്ക് ഡോർമെറ്ററി എടുക്കുക അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ എടുക്കുക അതൊന്നും അറിയില്ല. ആ ഒരു ടൈമിൽ അതൊന്നും അറിയില്ലേ. നമ്മൾ ആകെ ആലോചിക്കുന്നത് രാവിലെ ഈ റൂമിൽ നിന്നാലും ഞാൻ 2 ദിവസം റൂമിൽ സുഖമായിട്ട് ഉറങ്ങിക്കണം, ഒരു പ്രശ്നവും രാവിലെ ഇല്ല എന്നുള്ളത് അറിയാം. അപ്പൊ നമുക്ക് രാത്രി എങ്ങനെയെങ്കിലും ഒന്ന് സർവൈവ് ചെയ്താൽ രാവിലെ ഇവിടെ വന്ന് കിടന്നുറങ്ങാൻ പറ്റും എന്നുള്ളറിയാം. ഞങ്ങൾ അടുത്ത പരിസരത്തിൽ നോക്കിയിട്ട് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം ആസ്റ്റർ മൈൻസ. അതായത് അവിടെ 24 മണിക്കൂറും ക്യാമറ, സെക്യൂരിറ്റി, ലൈറ്റ്, ഒരു ഇഷ്യൂ ഇല്ല. അതിന്റെ കോമ്പൗണ്ടിൽ നിൽക്കാന്നുണ്ടെങ്കിൽ ഒരു ഇഷ്യൂ ഇല്ല. അപ്പം നമ്മൾ എന്താക്കി, ഫ്രണ്ടിനെ കൊണ്ട് കാറ് കൊണ്ടിച്ച്, അതായത് നമ്മളെ കാർ ഏൽപ്പിച്ചിട്ട് കാറിന്റെ കീ നമ്മൾ ഏൽപ്പിച്ചിട്ട് അവർ പോയി. നമ്മൾ കാറിന്റെ ഉള്ളിൽ ലൈക്ക് കാറ് ലോക്ക് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടാളും ഇപ്പം നമ്മൾ പേഷ്യൻസ് മീൻസിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈക്ക് പാർക്കിങ്ങിൽ ഇരിക്കുമല്ലോ, അതുപോലെ രാവിലെ വരെ ഞങ്ങൾ ആ പാർക്കിങ്ങിൽ അങ്ങ് ഇരുന്ന്. അങ്ങനെ രാവിലായി ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് ആന്റിയുടെ സ്വഭാവം നല്ല മാറിയിരിക്കുന്നത്. ഇത് ഇങ്ങനെ ലൈക്ക് മിണ്ടുന്നൊന്നുമില്ല, അങ്ങനെ ആയിപ്പോയിക്കുന്നത്. എന്നിട്ട് ഞാൻ താഴെത്തിയപ്പോൾ ലൈക്ക് നമുക്ക് ഇതുവരെയുള്ള എല്ലാം ഇങ്ങനെ തോന്നിയതാവും ആ സംഭവങ്ങളാണല്ലോ. നമ്മൾ താഴെത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ റൂമത്തെ കേബിൾ മാത്രം എന്താ വർക്ക് ആവാത്തെന്നോ. അതാണ് ഞാൻ ചോദിച്ചത്, അതോ ഡോറിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത് ഓർമ്മയില്ല. ഞാനിത് ചോദിച്ചതും ആന്റി കൂളായിട്ട് പറയാണ്, അതെന്താ അറിയാം, അവിടെ ആദ്യം ഉണ്ടായിരുന്ന കുട്ടിക്ക് ഷോക്ക് അടിച്ചിട്ട് ഡോർ ലോക്ക് ചെയ്തിരുന്നു. നമ്മളത് തുറന്നപ്പത്തിന് കുട്ടിയുടെ കളറെല്ലാം മാറിയിരുന്നത് അങ്ങ് പറഞ്ഞു. ഷോക്ക് അടിച്ചതാണ് അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ലൈക്ക് ആന്റി കൂളെ ചിരിച്ച ഇത് പറയുന്നത്. ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ മറ്റേ രോമാഞ്ചത്തിൽ ഒരു ഓടുന്നതിന് മുന്നേ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ, അതിരുന്നേ. ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുന്നു. ശരി, നമ്മള് പേടിന്റെ ലെവലിലാണ് ഓൾറെഡി നിൽക്കുന്നത്, അതിൽ കൂടെയാണ് ഇതുകൂടിയും കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ മുകളിൽ റൂമിൽ പോയിട്ട് ഡേ ടൈം ആണല്ലോ ഞങ്ങൾ കിടന്നിട്ടൊക്കെ ഫുള്ള് ആന്റി ലൈക്ക് നീല കളർ ആയിന്നോ അങ്ങനെ എന്താണ് പറഞ്ഞത്. അപ്പം നമ്മൾ നീല കളറായ മരിച്ചിട്ടുണ്ടാവില്ലേ, വാട്ട് ഇഫ് അവരുടെ പ്രേതവിടെ ഉണ്ടെങ്കിലും നമ്മൾ ഫുൾ അങ്ങനെ. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ ഉറങ്ങിപ്പോയി. അങ്ങനെ എണീക്കുന്ന സമയം പറഞ്ഞാൽ 6:30-7 മണി രാത്രി ടൈമിലാണ് നമ്മൾ എണീക്കുന്നത്. നമുക്കറിയാം ഇനി എന്താ നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ക്ലിയർ പിക്ചർ ഉണ്ട്.